അഡ്വക്കേറ്റ് വി രാജേഷ് തിരുവനന്തപുരം മേയറാകും. GS ആശാനാഥ് ഡെപ്യൂട്ടി മേയറാകും. ഞാനൊന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ്. തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് PL ബാബുവിനെ തീരുമാനിച്ചിരിക്കുന്നു. രേഷ്മ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്ന്. രേഷ്മ, വിശദാംശങ്ങൾ. ഏകകണ്ഠമായിട്ടുള്ള തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തൃപ്പൂണിത്തുറ നഗരസഭ ചെയർമാനായി അഡ്വക്കേറ്റ് PL ബാബു, അതുപോലെ വൈസ് ചെയർപേഴ്സണായി രേഷ്മ, കേൾക്കാമോ? വൈസ് ചെയർപേഴ്സണായി രാധിക വർമ്മയെ തീരുമാനിച്ചിരിക്കുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. അൽനമ്പ്യാർ, തൃപ്പൂണിത്തുറ നഗരസഭ എന്ന് പറയുന്നത് A ക്ലാസ് ഒരു നഗരസഭ എന്നുള്ള രീതിയിലായിരുന്നു NDA ഇവിടെ പ്രചരണം നടത്തുകയും ചരിത്ര വിജയം കുറിക്കുകയും ചെയ്തത്. ഇപ്പോൾ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് PL ബാബുവിനെയാണ്. വൈസ് ചെയർപേഴ്സണായിട്ട് രാധിക വർമ്മയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാധിക വർമ്മ എന്ന് പറയുന്നത് ഏറ്റവും മുതിർന്ന അംഗം തന്നെയാണ്. ഈ അമ്പലം വാർഡാണ് അവരുടെ വാർഡ്. വലിയതറ വാർഡിൽ നിന്നും 26 വാർഡിൽ നിന്നുമാണ് PL ബാബു വിജയിച്ചിരിക്കുന്നത്. ഏകണ്ഠമായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJP നടത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ രണ്ടുപേരെയും മാധ്യമങ്ങളോട് അവർ പ്രതികരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്പ്യാർ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP തൃപ്പൂണിത്തുറ നഗരസഭ പിടിച്ചെടുക്കുന്നത്. മാറി മാറി ഭരിച്ചത് LDFും UDFുമാണ്. ഒറ്റത്തവണ മാത്രമാണ് UDFന് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചത്. പക്ഷേ അതിനു മുന്നേ ഉള്ള ചരിത്രത്തിലൊക്കെ തന്നെ LDFന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു തൃപ്പൂണിത്തുറ നഗരസഭ. പക്ഷേ ഇടതു ഭരണത്തിന്റെ കീഴിൽ ആ പൈതൃകമൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് BJP ഈ തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭരണം ഏറ്റെടുക്കുന്നത്. പ്രധാനമായിട്ടും ജനകീയ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇവിടുത്തെ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ഭരണത്തിലേക്കായിരിക്കും തങ്ങൾ പോകുക എന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. 21 സീറ്റുകളാണ് തൃപ്പൂണിത്തുറ നഗരസഭയിൽ NDAക്കുള്ളത്. 20 സീറ്റുകൾ LDFനുണ്ട്. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷമാണ് നിലവിൽ NDAക്കുള്ളത്. ഇന്ത്യ സഖ്യമൊക്കെ തന്നെ ഇവിടെ ആദ്യഘട്ടത്തിൽ ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും അതൊക്കെ തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്വതന്ത്രരാരും തന്നെ വിജയിച്ചിട്ടില്ല. UDFനാകട്ടെ 16 സീറ്റുകളുണ്ട്. എന്തായാലും BJPയുടെ ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. തൃപ്പൂണിത്തുറ നഗരസഭയിൽ, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃപ്പൂണിത്തുറ നഗരസഭ പിടിച്ചെടുത്ത BJP തന്നെ ഭരണം നയിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി ഔദ്യോഗികമായിട്ട് BJPയുടെ നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് PL ബാബുവിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാധിക വർമ്മ, ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള കൗൺസിലറായിട്ടുള്ള രാധിക വർമ്മയാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരുടെയും പ്രതികരണം നമുക്ക് എടുക്കാൻ സാധിക്കും. അനിൽ നമ്പ്യാർ. തൃപ്പൂണിത്തുറയിൽ ജനൻ TV ജനസഭ നടത്തിയപ്പോൾ BJP പ്രതിനിധിയായി പങ്കെടുത്തത് അഡ്വക്കേറ്റ് PL ബാബുവാണ്. അന്ന് അദ്ദേഹം കൃത്യമായിട്ട് തൃപ്പൂണിത്തുറ നഗരസഭയിലെ വികസന മുരടിപ്പ് അക്കമിട്ട് നിരത്തിയിരുന്നു. മാത്രമല്ല, ഈ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ വലതുപക്ഷത്തിൻ്റെയും പ്രതിനിധികൾ ഉന്നയിച്ച ചില ആക്ഷേപങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ അഡ്വക്കേറ്റ് PL ബാബുവിന് സാധിച്ചിരുന്നു. അഡ്വക്കേറ്റ് PL ബാബു കഴിഞ്ഞ തവണ അദ്ദേഹം കൗൺസിലറായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ രേഷ്മ ചൂണ്ടിക്കാണിച്ചതുപോലെ മിന്നുന്ന വിജയമാണ് BJPക്ക് തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. A ക്ലാസ് നഗരസഭയാണ് തൃപ്പൂണിത്തുറ നഗരസഭ. BJPയുടെ വലിയ മുന്നേറ്റമാണ് അവിടെ കാണാൻ സാധിച്ചത്. ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ ചേരുന്നു. വിനീഷ, നോക്കൂ, ഈ കോർപ്പറേഷൻ മേയർ അതുപോലെ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, തീരുമാനം അനിശ്ചിതത്വത്തിലാവുന്നു, തീരുമാനം അനന്തമായി നീളുന്നു എന്ന രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ പല മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പല കഥകളും മെനഞ്ഞിരുന്നു. പക്ഷേ ഏകകണ്ഠമായി തീരുമാനിക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതല്ലേ വസ്തുത? വിനീഷിലേക്ക് പോകുന്നു. വിനീഷ, ഞാൻ ആവർത്തിക്കുകയാണ്, നഗരസഭ BJPക്ക് നഗരസഭ ചെയർമാനെയും
കോർപ്പറേഷൻ മേയറെയും അതുപോലെ ഡെപ്യൂട്ടി മേയറെയും തീരുമാനിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ അനിശ്ചിതത്വമാണ് ഇക്കാര്യത്തിൽ. കാരണം ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നു ഈ രണ്ട് സ്ഥാനങ്ങളെയും ചൊല്ലി എന്നൊക്കെയുള്ള വലിയ പ്രചരണങ്ങൾ, കള്ളക്കഥകളാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിനൊരു അറുതിയുണ്ടായി. മാത്രമല്ല ഏകകണ്ഠമായിട്ട് തന്നെയല്ല തീരുമാനമുണ്ടായത്. നേരത്തെ തത്സമയ സംപ്രേഷണത്തിൽ അത് കണ്ടതാണ്. കൈയടിച്ചാണ് ഈ തീരുമാനത്തെ BJP കൗൺസിലർമാർ സ്വീകരിച്ചത്, വരവേറ്റത്. അതുകൊണ്ട് തന്നെ ഇതിൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ, പ്രചരിപ്പിച്ചതുപോലെ, മാധ്യമങ്ങളുടെ കള്ളക്കഥകളിൽ ഉള്ളടക്കമായതുപോലെ അത്തരത്തിലുള്ള ഒരു ഭിന്നാഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും മുദ്രാവാക്യം വിളിച്ചും കൈയടിച്ചും ഹരഘോഷങ്ങൾ ഉയർത്തിയൊക്കെ തന്നെയാണ് BJPയുടെ ഈ ഒരു NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് NDAയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ, VV രാജേഷിനെ പ്രഖ്യാപിക്കുമ്പോഴും ആശാനാഥിനെ പ്രഖ്യാപിക്കുമ്പോഴും ഏകകണ്ഠേന എല്ലാ കൗൺസിലർമാരും ഒരേ സ്വരത്തിൽ ഭാരത് മാതാ കി ജയ് വിളിക്കുകയും ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കൈകൊട്ടി ആഘോഷം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നേരത്തെ വലിയ തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണ്. പ്രത്യേകിച്ച് BJP നേതാക്കൾ അത്തരത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ പറഞ്ഞത്. പ്രത്യേകിച്ച് ഏകകണ്ഠേന BJPയുടെ സംഘടനാ തലത്തിൽ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ സ്വരൂപിച്ചതിന് ശേഷം അത് BJP ദേശീയ അധ്യക്ഷനെ അറിയിച്ചതിന് ശേഷമാണ് BJP കൃത്യമായി ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടക്കുക. കഴിഞ്ഞ ദിവസം തന്നെ BJPയുടെ 50 കൗൺസിലർമാരെയും BJPയുടെ നേതാക്കൾ നേരിട്ട് കണ്ട് അവർക്ക് നിന്ന് അഭിപ്രായങ്ങൾ ആരായുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം BJP സംസ്ഥാന അധ്യക്ഷന് ഈ റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന അധ്യക്ഷൻ ദേശീയ നേതൃത്വത്തിന് കൈമാറിയതിന് ശേഷം തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ രാവിലെ ഡൽഹിക്ക് പോയതും. ഈ അഭിപ്രായങ്ങൾ BJP സംസ്ഥാനത്ത് രൂപീകരിച്ച അഭിപ്രായങ്ങൾ, BJPയുടെ കോർ കമ്മിറ്റിയിൽ രൂപീകരിച്ച അഭിപ്രായങ്ങൾ, ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് ഉയർന്ന അഭിപ്രായങ്ങൾ, ഇതൊക്കെ സ്വരൂപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏകകണ്ഠേന ഉള്ള തീരുമാനം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ചില മാധ്യമങ്ങൾ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ വളച്ചൊടിക്കാനുള്ള ശ്രമം നടത്തി എന്നതാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്ന ആക്ഷേപം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നമുക്ക് BJP നേതാക്കളിൽ നിന്ന് അവരുടെ അഭിപ്രായത്തിൽ നിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നാലും VV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം, സംഘടനാ മികവ്, അത് സംഘടന മനസ്സിലാക്കി അദ്ദേഹത്തിന് മേയർ പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ആദ്യഘട്ടത്തിൽ ചില സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പങ്കുവച്ച ആ വാർത്തകളെ കേന്ദ്രീകരിച്ചായിരുന്നു മാധ്യമങ്ങൾ പുറകെ പോയത്. അതിന് പിന്നാലെ സംഘടന തീരുമാനിച്ച കാര്യം, അത് സംഘടന കൗൺസിലർമാരുടെ മുന്നിൽ തന്നെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടം മുതൽ തന്നെ അതിനെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് BJPയുടെ ഓരോ കൗൺസിലർമാരും സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമുക്ക് നേരിട്ട ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാൻ സാധിച്ചതാണ്. ഒപ്പം ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തെ, സംഘടന നിശ്ചയിച്ച തീരുമാനത്തെ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ഇപ്പോഴും കൗൺസിലർമാരുടെ യോഗം, പ്രത്യേകിച്ച് ജില്ലാ അധ്യക്ഷൻ വിപ്പ് നൽകുന്ന യോഗം ഇപ്പോഴും എനിക്ക് പുറകിലായി കാണുന്ന ഹാളിൽ നടക്കുകയാണ്. അവിടെ കൗൺസിലർമാർ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നിർണായകമായ അഭിമുഖങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് നിർണായകമായ ഒരു സാഹചര്യത്തിലേക്ക് BJP കടന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.